നമസ്കാരം. ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിൽക്കുമ്പോൾ ഇന്നലെ മല്ലിക സുകുമാരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിൻ്റെ പിന്നിൽ വലിയ വാർത്താ പ്രാധാന്യം നിൽക്കുകയാണ്. അപ്പോൾ മല്ലിക സുകുമാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സിനിമാ മേഖലയിൽ നിന്നും ആരും ബന്ധപ്പെടുന്നില്ല എന്ന്. അപ്പോൾ ഇന്നും മല്ലിക സുകുമാരൻ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എന്നെ വിളിച്ചത് ഏറ്റവും ആദ്യം വിളിച്ചത് സജി നന്ദിയാട്ടാണ്. അതിനുശേഷം മമ്മൂക്ക ഒരു വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് ധൈര്യമായിട്ടിരിക്കുന്നു. അങ്ങനെ വിളിക്കാൻ തൻ്റെ അടുത്തോടു കൂടി വന്ന സജി നന്ദിയാട്ടാണ് ഇപ്പോൾ എന്നോടൊപ്പം. സജിയുടെ നമസ്കാരം. ഈ വലിയ വിഷയമാണ് എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, എമ്പുരാൻ സിനിമയുടെ റീസെൻസറിങ് നടക്കുന്നു, കട്ടിങ് നടക്കുന്നു. മേജർ രവി പോസ്റ്റ് ഇടുന്നു, നാളെ തന്നെ മോഹൻലാൽ ക്ഷമാപണം നടത്തുമെന്ന്. അതിന് തൊട്ട് പിന്നാലെ മോഹൻലാൽ ക്ഷമാപണം നടത്തുന്നു. ഇതെല്ലാം മനസ്സിൽ ശരിക്കും ആഴത്തിലേറ്റവും മല്ലിക സുകുമാരൻ്റെ ഒരു പോസ്റ്റ് വരുന്നു, സിനിമാ സംഘടനകളൊന്നും ഇടപെടുന്നില്ല എന്ന്. സജി നന്ദിയാട്ട് ഇന്നലെ മല്ലിക സുകുമാരനെ വിളിക്കുകയും ചെയ്തു. എന്താണ് വിഷയങ്ങൾ? അതിനകത്ത് ഹൈദരെ ഒരു കാര്യമുള്ളത്, സിനിമാ സംഘടനകൾ എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു പ്രസ്ഥാനമാണ്. ഇതിനകത്ത് അഭിപ്രായം പറയാനുള്ള തൻ്റെ ഇടം സിനിമാക്കാർക്ക് ഉണ്ടാവണമെന്നുള്ള ഒരു അഭിപ്രായമുള്ള ആളാണ്. സിനിമാക്കാരെപ്പോഴും ഏതെങ്കിലും പൊതു കാര്യം വരുമ്പോൾ മാളത്തിലേക്ക് ഒളിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് തെറ്റാ. നമ്മൾ ഇവിടുത്തെ പൗരന്മാരാണ്, ഞങ്ങൾക്ക് ഇന്ന അഭിപ്രായം ഇക്കാര്യത്തിലുണ്ട് എന്ന് പറയാൻ നമ്മുടെ റൈറ്റ് ടു ഒപ്പീനിയൻ, നമ്മുടെ റൈറ്റ് ടു എക്സ്പ്രസ് അവർ ഒപ്പീനിയൻ എഗൻസ്റ്റ് ഓർ ഇൻ ഫേവർ എന്ന് പറയുന്നത് ഭരണഘടന നമുക്ക് എല്ലാവർക്കും, ജാതിമത ഭേദമന്യേ നമുക്ക് എല്ലാവർക്കും നൽകുന്ന അവകാശമാണ്. ആ അവകാശം നമ്മൾ വിനിയോഗിക്കണം. ഇതല്ല ജനാധിപത്യം. അപ്പൊ ഇവിടെ എമ്പുരാൻ എന്ന സിനിമ ആ തുടക്കം മുതൽ വിവാദമായിരുന്നു. നമുക്കറിയാം, ഓരോന്നിനും ഓരോ ജാതകം ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഇതിനൊരു ജാതകമുണ്ട്. ഈ പടത്തിന് വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളേക്കുള്ള യാത്രയിലാണ് എമ്പുരാൻ നിൽക്കുന്നത്. പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നു. ഞാൻ അതിനെ എതിർക്കുന്നു. പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ എഴുതിയ സ്ക്രിപ്റ്റ് അല്ല. പൃഥ്വിരാജ് അല്ല അതിന്റെ നിർമ്മാതാവ്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞയാൾ വളരെ ഡെഡിക്കേഷനോട് കൂടി 2 വർഷത്തോളം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. 2 വർഷമാണ് ആ ചെറുപ്പക്കാരൻ ഇതിനുവേണ്ടി മാറ്റിവെച്ചത്. അത് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യാനല്ല. ജോർദാനിൽ പോയി രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുകയായിരുന്നു അദ്ദേഹം. ആട് ജീവിതത്തിന് എന്തൊക്കെ കഥകളാണ്, ഇല്ലാ കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. കാരണം പൃഥ്വിരാജ് ഒരു രാജ്യസ്നേഹിയാണ്, നമ്മളെല്ലാം രാജ്യസ്നേഹികളാണ്. ജാതിക്കും മതത്തിനും വർഗത്തിനും ഭാഷയ്ക്കും എതിരായി സംസ്കാരമെല്ലാം ഒരുമിക്കുന്ന ഒരു ഇന്ത്യ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മളെല്ലാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാ. അപ്പൊ ഇവിടെ ഒരു കഥ, അത് എഴുതുന്ന മുരളിയാണ്, മുരളി ഗോപി എഴുതിയ കഥ. ആ കഥ മോഹൻലാൽ പടം കണ്ടിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാല് അതെങ്ങനെയാണ്? അതിന് ടീസറിൽ വന്നിരിക്കുന്നത് ഞാൻ ഉണ്ടായിരുന്നല്ലോ. 100 കണക്കിന് ആൾക്കാര് ഉള്ള കൂടെ ഞാനും കണ്ടതാണ്. ശ്രീ ലാലേട്ടൻ പറയുന്നത്, ഞാൻ ഈ പടം കണ്ടു. അപ്പോൾ ശ്രീ മേജർ രവി പറഞ്ഞത് എന്താ അർത്ഥമുള്ളത്? മേജർ രവിയൊക്കെ ചുമ്മാ അങ്ങോട്ട് തള്ളുക. എന്തിനാണെന്നറിയോ? എന്തെങ്കിലും കാര്യം കാണും. വലിയ ചേച്ചി പറഞ്ഞ വളരെ കറക്റ്റാ, എന്തെങ്കിലും കാര്യം കാണാം. മേജർ രവിയെ പോലെ ഒരാൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഇതിനകത്ത് കൂട്ടുത്തരവാദിത്തമുണ്ട്. ശ്രീ മോഹൻലാലും ആന്റണി വരുമ്പോ അവരും നിർമ്മിച്ചവരാണ്. ലൈക്ക പിൻവാറി എന്തു ആയിക്കോട്ടെ. ഇവിടെ നമ്മുടെ ഗോകുലം ഗോപാലേട്ടൻ അവസാനം വന്ന ആൾ വേണമെങ്കിൽ പുള്ളിക്കാരനെ വേണം നമുക്ക് മാറ്റി നിർത്താം. അല്ലെ, അവസാനം വന്ന് ഇതിനകത്ത് എൻ്റർ ചെയ്ത ആളാണ് അല്ലേ. ബാക്കി സംവിധായകർ ഉൾപ്പെടുത്ത എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തം, ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യത്തിൽ ഒരാളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിലൊരു അജണ്ടയുണ്ട്. ഇത് മലയാള സിനിമയിൽ ആരും ചോദ്യം ചെയ്യുന്നില്ല. കാരണം എന്താണ്? എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. ഓരോരുത്തരുടെ ലോബിയിൽപ്പെട്ടവരാ. ഇന്ത്യക്കൊരു ആപത്ത് വരുമ്പോ എന്നാ വന്നോട്ടെ, അവൻ അനുഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥ അതൊരിക്കലും ശരിയല്ല. അപ്പൊ പൃഥ്വിരാജിനെ പോലെ ഒരു നല്ല നടൻ, ഒരു നല്ല സംവിധായകൻ, ഇപ്പൊ ഞാൻ പറഞ്ഞു 5 പൈസ മേടിക്കാതെ ആന്റണി വരുമ്പോ അവർ എന്നോട് സംസാരിക്കണം അദ്ദേഹത്തെ ഓഫീസിൽ വെച്ച്. 5 പൈസ പൃഥ്വിരാജ് വാങ്ങിയിട്ടില്ല ഇന്ന് വരെ. ആലോചിച്ച് നോക്കിയേ, പണത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, ക്രിയേറ്റിവിറ്റി. താനൊരു ഒരു മേക്കിങ്ങിന്റെ തന്റെ ആഗ്രഹമാണ്. ആർട്ടിസ്റ്റിനുപരി ഒരു ഇൻബോൺ ഒരു മേക്കിംഗ് ആഗ്രഹിക്കുന്ന ഒരാളാണ് പൃഥ്വിരാജ്. അത്രമാത്രം ഡെഡിക്കേഷൻ ഉള്ള ഒരാളാണ്. അദ്ദേഹം ഒരു സിനിമ ചെയ്തു, അതിൽ 2 വിഭാഗം തമ്മിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല, 2 വിഭാഗങ്ങൾ തമ്മിലാണ് അവിടെ മത്സരം കാണിക്കുന്നത്. അതിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഞങ്ങളെ കുറിച്ച് മാത്രമാണ് എന്നുള്ള ധാരണ വരുത്തി ഇവിടെ പലരും മുതലെടുപ്പ് നടത്തുകയാണ്. ശരിക്കതാ തെറ്റായ നറേഷൻ കൊടുക്കുക. ഇവിടെ ഇതൊരു വലിയ വിവാദമാക്കി. എനിക്ക് പനിയുള്ളതുകൊണ്ടാണ് ഇത് ഒരു കാര്യം മനസ്സിലാക്കി. ഇത് വലിയ വിവാദമാക്കി, ഇതൊരു വലിയ പ്രശ്നമാക്കി ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ട് കിട്ടിയ അവസരം മുതലെടുക്കുകയാണ്. ഇതൊന്നും ശരിയല്ല. ഇതൊരു മര്യാദയല്ല. ഒരാളൊരു പടം ചെയ്തു, അതിനെ നമുക്ക് വിമർശിക്കാം, അനുകൂലിക്കാം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ മറിച്ച്
ഇത് പൃഥ്വിരാജിനെ മാത്രം രക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ആടുജീവിതം പോലെയുള്ള ഒരു ദേശീയ ശ്രദ്ധ നേടാൻ പോകുന്ന പടം, ദേശീയ അവാർഡ് നേടാൻ പോകുന്ന പടം, അതിലിട്ട് വരെയുള്ള പണിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് ശരിയല്ല. ഞാൻ പൃഥ്വിരാജിന്റെ കാര്യമല്ല കേട്ടോ. ഇനിയിപ്പം ദിലീപിന് വേണ്ടി അന്ന് സംസാരിച്ചത് ഇതുപോലെ പറഞ്ഞത്. അതിനുശേഷം ദിലീപിന്റെ പടം പിടിക്കാൻ പോയി. നിങ്ങൾ ഇന്ന് പറയുന്നത് ദിലീപിനുമായിട്ട് ഞാൻ പടം പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇത് സത്യസന്ധമായി കാര്യം പറയാൻ ഒരാളെങ്കിലും ഉണ്ടാകണമെന്നോ എന്നോർത്ത് ഞാൻ വന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും ചോദിക്കാം, ഞാൻ വ്യക്തമായ കാര്യങ്ങൾ പറയും. തീർച്ചയായിട്ടും സജീന്താട്ട് പറഞ്ഞ കാര്യങ്ങളായിട്ടാണ് ഈ സിനിമാ സംഘടനകൾ ഒളിച്ചോട്ടം തുടർന്നിട്ട് കുറെ നാളുകളായി. എല്ലാ സംഘടനയും ഒളിച്ചോട്ടത്തിലാണ്. ഈ ഒളിച്ചോട്ടം ഇവരെന്ന് അവസാനിപ്പിക്കും? അന്നേ സിനിമ രക്ഷപ്പെടുകയുള്ളൂ. അല്ല, സിനിമാ സംഘടനകള് എപ്പോഴും ഒരു കാര്യം ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിനിമാ സംഘടനകൾ കറക്റ്റായി വന്നു നിന്നുകൊണ്ട് അഭിപ്രായം പറയാനുള്ള തന്റെ ഇടം കാണിക്കണമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഒളിച്ചോടുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് കമ്മിറ്റി കൂടിയിട്ട് വേണം തീരുമാനിക്കാൻ. ഇപ്പോ ഞാൻ വന്ന വ്യക്തിപരമായി വന്നിരിക്കുന്നത്. പക്ഷെ സിനിമാ സംഘടന ഉള്ളവർക്ക് അഭിപ്രായം പറയാൻ വേണ്ടി വ്യക്തിപരമായി വന്ന അഭിപ്രായം പറയാം. പക്ഷേ ഇതിനകത്ത് ഒരു കമ്മിറ്റി കൂടണം, തങ്ങളുടെ നയം പറയണമെങ്കിൽ മാത്രം ഇതൊരു പ്രത്യേക അവസ്ഥയത്. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മാനം കൈവന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെങ്ങനെ പ്രതികരിക്കണം എന്നതിനെ കുറിച്ച് ആശങ്ക സ്വാഭാവികം. അത് നമ്മളവരെ കുറിച്ച് പറയല്ല. പക്ഷെ നമ്മളെപ്പോലുള്ളവർ കൃത്യമായി മറുപടി പറയുന്നത് നമ്മളൊരു പക്ഷമല്ല, നമ്മൾ രാജ്യസ്നേഹികളാണ്, നമ്മൾ സിനിമാ സ്നേഹികളാണ്. പക്ഷേ ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പൊ പൃഥ്വിരാജിനെ ആണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ വൈഫിനെ ലക്ഷ്യമിടുക, ആളറിഞ്ഞ് കളിക്കടാ മോനെ, ഇങ്ങനെയൊന്നും ആ കുട്ടി പറഞ്ഞ കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഓരോരുത്തർ കൊടുക്കുന്ന നറേഷനാണ്. യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ, ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ, ഇല്ലാത്ത കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞ് ഒരു വിഭാഗത്തെ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് സത്യം അതല്ലല്ലോ. അദ്ദേഹം ഒരു പടം എടുത്തു, നന്നായി ചെയ്തു. ആ പടം കാണുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഫീൽ ഉണ്ടെങ്കിൽ അത് മാറ്റാം. അവർ സ്വാഭാവികമായി അങ്ങോട്ട് ആവശ്യപ്പെടുക, ഞങ്ങൾ ഇത് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാൻ അങ്ങോട്ട് പറഞ്ഞതാ, ഗവൺമെന്റ് പറഞ്ഞതല്ല. അത്രമാത്രം ആരെ ദ്രോഹിക്കരുതെന്ന് പറഞ്ഞ് മാത്രം പോകുന്ന സമയത്ത് ഇതിനകത്ത് മുതലെടുക്കാൻ ചില വരികയാണ്. അപ്പൊ ലാലേട്ടനെ മുതലെടുക്കാൻ വരുന്നു. പൃഥ്വിരാജിനെ ലാലേട്ടനെ അകറ്റിക്കൊണ്ട് ലാലേട്ടനെ മുതലെടുക്കാൻ ചില ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി ഓരോ നറേഷൻ ഉണ്ടാക്കി വരികയാണ്. കാരണം ഇവർക്കൊക്കെ ഇവരുടെ ലക്ഷ്യങ്ങളും ഇവരുടേതായ കാഴ്ചപ്പാടുകൾ മാത്രമല്ല, ഇവർക്ക് ഇവരുടെ കാര്യം നടത്താനുള്ള അവസരമായി അവർ വിനിയോഗിക്കുകയാണ്. ഇതാണ് സത്യം. തീർച്ചയായിട്ടും ഈ മേജർ രവി പറയുന്നു ആദ്യം പറഞ്ഞു, ഇത് മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല, ഇതിന്റെ പ്രിവ്യൂ ഷോ ഇല്ലായിരുന്നു, മോഹൻലാൽ ഈ സബ്ജക്ട് പോലും അറിയില്ലായിരുന്നു, പ്രിവ്യൂ ഷോ കാണിച്ചിട്ടില്ല, മോഹൻലാലിനെ വഞ്ചിച്ച നിലയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഈ മോഹൻലാൽ നാളെ എന്ന് പറഞ്ഞിട്ട് നാളെ മാപ്പ് പറയും എന്ന് പറഞ്ഞിട്ട് എല്ലാം എഴുതി തിട്ടപ്പെടുത്തി മേജർ രവി കൊടുത്തതുപോലെയായി. അത് സത്യസന്ധമാകുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അതിന്റെ തൊട്ട് പിന്നാലെ ഖേദപ്രകടനം നടത്തുന്നു. ഈ മേജർ രവിക്ക് എന്താണ് റോള്? ഈ മേജർ രവി ശരിക്കും ഇതിനകത്തൊരു പ്ലേ നടത്തുന്നു. അതായത് ലാലേട്ടനോടൊപ്പം. പക്ഷെ മേജർ രവി ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹം ഒരു BJP കാരനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് BJP കാരനാണ്. അദ്ദേഹം ലാലേട്ടനെ സേഫ് സോണിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണം. അതിന്റെ ലക്ഷ്യം എന്താണ്? അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഒരുപോലെ ആയിരിക്കണം. ഒരു നയം ഒരു കൂട്ടർക്കുണ്ടെങ്കിൽ ആ നയം തെറ്റാണെങ്കിൽ ആ നയത്തിനെതിരെ നിൽക്കുന്നവരെല്ലാം ഒരു ഒറ്റ പാളയത്തിൽ നമ്മൾ അവരെ കാണണം, ഒരേ കണ്ണോടെ അവരെ കാണണ്ടേ. ഇവിടെ തന്നെ വേർതിരിവ് വെക്കുന്നുണ്ട്. അപ്പം ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല. ഇങ്ങനെ ഒരു കഥ വന്നു, അവരെടുത്തു. ഇതിന്റെ പേരിൽ ഇത്രയും പ്രത്യാഖ്യാനം ഉണ്ടാവുന്നു ഇവരൊന്നും ധരിച്ചില്ല. പക്ഷെ അത് സ്വാഭാവികമായി ഇങ്ങനെ വന്ന് ഭവിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അത് മാപ്പ് പറയാൻ തയ്യാറായി. തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ തങ്ങൾ സ്വാഭാവികമായി കട്ടു പറയാൻ തയ്യാറായി. അവർ പോകുമ്പോൾ ഈ വിവാദങ്ങൾ മുതലെടുത്ത് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു അവസരമായി ഇതിനെ വിനിയോഗിക്കുന്നുണ്ട് ചിലർ. അതിന്റെ നറേഷനാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ. ഈ മുരളി ഗോപിയുടെ ഒരു പ്രതികരണം വരുന്നില്ല. മുരളി ഗോപിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതിനൊരു പ്രതികരണത്തിന് തയ്യാറില്ല. ഈ പോസ്റ്റ് പോലും ഷെയർ ചെയ്തിട്ടില്ല. മുരളി ഗോപി ഒരു നിലപാട് വ്യക്തമാക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു. അല്ല, ഇനി എന്തിനാ മുരളി ഗോപി പോസ്റ്റ് വ്യക്തമാക്കുന്നത്? അദ്ദേഹം ശ്രീ മോഹൻലാൽ അദ്ദേഹം ഇട്ട പോസ്റ്റ് ശ്രീ പൃഥ്വിരാജ് ഷെയർ ചെയ്തു. ബാക്കിയുള്ള എല്ലാവരും ഷെയർ ചെയ്തപ്പോഴും ശ്രീ മുരളി ഗോപി ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം താൻ എവിടെയാണോ അത് താൻ എഴുതിയ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് പ്രസവ വാർഡിന്റെ ബ്രാക്കറ്റിൽ സ്ത്രീകൾ നൽകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ നയം, അദ്ദേഹത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് താൻ ഫിലാത്തോസ് എഴുതിയതാണെന്ന് പറഞ്ഞ പോലെ താൻ എഴുതിയതാണത്, അതിൽ മാറ്റമില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികളുടെ പേര് അവിടെ പറയുന്നില്ല. പക്ഷെ ഈ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ ചിന്തിച്ച് മതപരമായി ചിന്തിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ രാഷ്ട്രീയ അധികാരമാണ്, അല്ലെ? നമുക്കറിയാം രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയാണ് മതങ്ങളെ ഉപയോഗിക്കുന്നത്. ശരിക്കും രാഷ്ട്രീയവും മതം തമ്മിൽ കൂടിച്ചേരുന്നിടത്താണ് വലിയ അപകടം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയാണല്ലോ നമ്മുടെ കമ്മ്യൂണൽ റയോട്ട്സ്, ഈ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുന്ന കാരണം എന്താണ്? അതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ ശക്തി ഉണ്ടാവും, അതിന് മുന്നേ അധികാര മോഹം ഉണ്ടാവും. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും മതപരമായി ഒരു മതം മറ്റൊരു മതത്തെ ഉപദ്രവിച്ചതിന് എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നവരും വായിക്കുന്നവരുമാണ്. ദൈവം ഒന്നേ ഉള്ളൂ, പ്രകൃതി ഒന്നേ ഉള്ളൂ, മനുഷ്യൻ ഒന്നേ ഉള്ളൂ. പിന്നെ ജാതി മതമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്.
അത് അത്രയും ഇടുങ്ങിയ ചിന്താഗതിക്കാർക്ക് അങ്ങനെയുള്ള ചിന്താഗതികൾ കാണും. ഇപ്പൊ എന്നെ പോലെ ഞാനൊക്കെ ചിന്തിക്കുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെ, ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ, ഓൾ ആർ ഈക്വൽ ബൈ ഓൾ മീൻസ്. ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ്, സെക്സ്, ബ്ലഡ്, പ്രൊവിൻസസ് എക്സെട്ര എന്ന്. നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കും, നമ്മൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളെല്ലാം കാണുന്നത്. പക്ഷേ ഇതിനകത്ത് അധികാരം എന്ന് പറയുന്ന ഒരു പവർ ലഭിക്കാൻ വേണ്ടി മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇതല്ല, ഇതിനപ്പുറം ഈ രാജ്യത്ത് സംഭവിക്കും. ഈ ഒരു BJP പോലെ ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു ഭരണകൂടം ഒരു സെൻസർ ചെയ്യുന്ന ഒരു സിനിമ, സെൻസർ ചെയ്ത് കൊടുത്ത സിനിമ വീണ്ടും സെൻസറിങ്ങിന് പോകണമെന്ന് ഒരു സമ്മർദ്ദത്തിൽ, BJPയുടെ ഒരു സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് ഇവർ ഇതിലേക്ക് പോയതെന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. ആ ഒരു സമ്മർദ്ദത്തിൽ വഴങ്ങി തന്നെ ഇവർ അത് സെൻസർ ചെയ്യാൻ തയ്യാറാവുന്നു. അത്തരം ഒരു വഴക്കം സിനിമയെ എവിടെ എത്തിക്കും ഇനിയുള്ള നാളുകളിൽ? അല്ല, അതിനകത്ത് സെൻസർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളില്ലായിരുന്നു അല്ലേ? സെൻസർ കഴിഞ്ഞിട്ട് ഒരിക്കലും സെൻസർ ബോർഡ്, എന്റെ അറിവ് ശരിയാണെങ്കിൽ, പ്രൊഡ്യൂസറെ വിളിച്ച് ഈ പടം റീസെൻസർ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ്, BJP ഗവൺമെന്റ് വേണമെങ്കിൽ ഈ പടം വേണേൽ ബാൻ ചെയ്യാം. ഈ നടപടിയിലേക്കൊന്നും അവർ പോയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം BJPക്ക് ശക്തമായ എതിർപ്പ് കേന്ദ്രത്തിന് ഈ പടത്തോടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാര് ഇതിനെതിരായ ഒരു വലിയ പ്രചരണം നടത്തുമ്പോൾ ഈ പ്രചരണം ഇവരുടെ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ടാണ്, ഇതിന്റെ ഈ സിനിമയുടെ പിന്നണിയിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ ടെൻസായി കാണും, അവർ പ്രഷറൈസ് ആയി കാണും. കാരണം OTT പോലെയുള്ള മേഖലയിലേക്ക് ഈ പടം വരേണ്ടതാണ്. കാരണം ഇത് കോടാനുകോടി രൂപ മുടക്കിയ പടമാണ്. ഈ പടം ഏതെങ്കിലും തരത്തിൽ നിന്ന് പോവുകയോ OTT എടുക്കപ്പെടാതെയോ ചെയ്താൽ കോടാനുകോടി രൂപ നഷ്ടം പ്രൊഡ്യൂസർമാർക്ക് വന്ന് ഭവിക്കുമെന്നുള്ളതിനാൽ അവർ സ്വാഭാവികമായി, ഞാനല്ല, ഹൈദരല്ല, ആരായാലും ഭയപ്പെട്ടു പോകും. കാരണം ഇത് 1-2 കോടി രൂപയുടെ പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഇമ്പാക്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന വോളണ്ടറി സെൻസറിങ്ങിന് അവരെ പ്രേരിതമാക്കിയതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അതൊരിക്കലും അങ്ങനെ സജീവൻ അങ്ങനെ പറയല്ല. ഈ ഗോപാലൻ ചേട്ടൻ തന്നെ പറഞ്ഞു, മനോരമ എന്ന് പറഞ്ഞ ഓൺലൈനിൽ പറഞ്ഞു, ഇതിൽ ആൾക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കുറെ സാധനം കട്ട് ചെയ്യണമെന്ന് ഞാൻ പൃഥ്വിരാജിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ അസോസിയേഷൻ മെയിൻ താല്പര്യത്തിരിക്കുന്ന സുരേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ടു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് സുരേഷ് കുമാർ ബന്ധപ്പെട്ടു. അങ്ങനെ ലാലേട്ടൻ വിളിച്ചു, ആന്റണി പെരുമ്പാവൂർ വിളിച്ചു. സുരേഷ് കുമാർ RSSന്റെ ഒരു വ്യക്തി കൂടിയാണ്, RSSന്റെ പാതയിലുള്ള ആളാണ്. RSSുമായി ബന്ധമുള്ള സുരേഷ് കുമാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ്, മോളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയുടെ അക്രമം കൊണ്ട് മാത്രം ഇത് റീസെൻസറിന് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയില്ല സജി. ഇല്ല, ഞാൻ അതിനോട് രണ്ട് രീതി കാണണം. കാരണം ഒന്നും കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. BJP തിരിച്ചാൽ ഈ പടം ഇന്ന് കേരളത്തിലല്ല എവിടെയും പ്രദർശിപ്പിക്കാൻ പറ്റില്ല. ഒരിക്കലും തീരുമാനം BJP എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് BJP അങ്ങനെ നിലപാടെടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ കാര്യം, BJP പവർഫുൾ ആണ്, അവർക്ക് വേണമെങ്കിൽ ഈ പടം ബാൻ ചെയ്യാം. ഇതൊന്നും ഈ നടപടിക്രമങ്ങളിലൂടെയൊന്നും കടന്നു പോകാത്തതുകൊണ്ട് ഇതിനകത്ത് ഒരു സംതിങ് ഉണ്ട്. അതുകൊണ്ട് അവർക്കൊരു സേ ഉണ്ട്, അവർക്ക് ആ സേ കൊടുത്തു എന്ന്. അതിനപ്പുറം നമ്മുടെ സോഷ്യൽ മീഡിയ കയറി അറ്റാക്ക് ചെയ്തു. ഇതിന്റെ എല്ലാം സോഷ്യൽ പ്രഷറാണ് ഇതിന്റെ പിന്നിലേക്ക് നയിച്ചതാണ്, ഈ ഒരു വോളണ്ടറി സെൻസറിലേക്ക് നയിച്ചതാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ശ്രീ G. സുരേഷ് കുമാറിനെ വിളിച്ചതും അദ്ദേഹം ഇടപെട്ടതും മറ്റുള്ളവർ ഇടപെട്ടതും ഞാൻ മനസ്സിലാക്കിയത്. ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ ആയിക്കോട്ടെ. ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കേണ്ട, ഗവൺമെന്റ് സമ്മർദ്ദത്തിലാക്കിയാൽ മതി. ഓക്കെ, ഗവൺമെന്റ് വിളിച്ചു സെൻസർ ചെയ്ത് ബാൻ ചെയ്യാനൊന്നും പോയിട്ടില്ല. സമ്മർദ്ദത്തിലാക്കിയാലും ഭയപ്പെട്ട് ചെയ്യേണ്ടതായി വരും. ഇവിടെ മറ്റൊരു പ്രധാനമാണ്, ലാലേട്ടൻ എന്നൊരു വ്യക്തിയെ നമ്മളെല്ലാം ആരാധിക്കുന്നു, ഞാനും ഒക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ലാലേട്ടൻ ഇതിന്റെ പിന്നിൽ വന്ന് ഉടൻ തന്നെ ഒരു ഖേദപ്രകടനം നടത്തുമ്പോൾ ലാലേട്ടനുള്ള വിശ്വാസത്തോടു കൂടി എത്രയോ പേര്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇവരെല്ലാവരും പിന്തുണയായിട്ട് വന്ന ഉടൻ തന്നെ ആ ലാലേട്ടൻ ഖേദപ്രകടനം നടത്തുമ്പോൾ ഈ പിന്തുണ നൽകിയവർക്കൊക്കെ മനോവിഷമം ഉണ്ടായി കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്കുൾപ്പെടെ ഉണ്ട്, സജീവൻ ഉൾപ്പെടെ ഉണ്ട്. അത്തരം ഒരു വിഷമം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് കൂടി ആലോചിച്ച് ഒന്ന് തീരുമാനിക്കേണ്ടതായിരുന്നു ഈ ഖേദപ്രകടനം എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കലാകാരൻ രാഷ്ട്രീയം പാടില്ല. നിങ്ങളുടെ ചിന്തയും എന്റെ ചിന്തയും രണ്ട് വഴിക്ക് പോവുകയാണ്. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ലാലേട്ടൻ മാപ്പ് പറഞ്ഞതോടെ നിങ്ങൾക്ക് യോജിപ്പില്ലെന്ന്. എനിക്ക് യോജിപ്പുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? അദ്ദേഹം BJPക്കാരന്റെ നടനാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരന്റെ നടനാണ്, അദ്ദേഹം CPM കാരന്റെ നടനാണ്, അദ്ദേഹം രാഷ്ട്രീയം ഉള്ളവരുടെ നടനാണ്, അദ്ദേഹം അരാഷ്ട്രീയവാദികളുടെ നടനാണ്. എല്ലാവരുടെ നടനായി മാറുമ്പോൾ ഒരു വിഭാഗത്തെ പിടക്കുക എന്ന് പറയുന്നത് ഒരു കലാകാരന് ചേർന്നതല്ലാത്തതുകൊണ്ട്, ഒരു വിഭാഗത്തിന് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തിൽ അസ്വാഭാവികം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതൊരു കലാകാരൻ കാണിക്കേണ്ട മാന്യതയാണ്. അതുകൊണ്ട് ലാലേട്ടൻ കാണിച്ചതിനെ ഞാൻ കൈയടിക്കുന്ന ഒരാളാണ്. കാരണം നിങ്ങൾ അപ്പോഴാണ് നമ്മുടെ ചിന്ത ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മൾ അതിനെ യൂണിവേഴ്സലായി കണ്ടു നോക്കി. അദ്ദേഹം BJPക്കാരല്ലേ, RSSകാർ ഈ പടത്തോട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ, ഇങ്ങനെ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ശ്രീ മോഹൻലാൽ അവരോട് ക്ഷമ ചോദിച്ചതിന്റെ പേരിൽ എന്താണ് സംഭവം? ഒന്നുമില്ല. ഞാൻ അതിനെ ലാലേട്ടൻ കാണിച്ചത് നല്ലതാണെന്ന് പറയുന്ന ആളാണ് ഞാൻ.
ലാലേട്ടന്റെ മനസ്സ് അങ്ങനെ തന്നെയാണ്. ലാലേട്ടന്റെ മനസ്സ് തന്നെയാണ്. ലാലേട്ടൻ ആരെയും വേദനിപ്പിക്കുന്ന ഒരാളല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മനസ്സ് നല്ലത്, ആ മനസ്സ് എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ കലാകാരൻ എല്ലാവരുടെയും കൂടെയാ കലാകാരൻ. അതല്ലാതെ ഇന്ന വിഭാഗത്തിന് മാത്രമല്ല കലാകാരൻ. തീർച്ചയായിട്ടും അത് ഞാൻ അംഗീകരിക്കുന്നു. എല്ലാവരുടെയും കലാകാരനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സും അങ്ങനെയാണ്. അദ്ദേഹത്തിനെ തെറ്റ് പറയുന്നില്ല നമ്മളൊന്നും. പക്ഷെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ ഒത്തിരി ആളുകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ശ്രീ പൃഥ്വിരാജിന് ഇപ്പൊ ഇവിടെ പറയുന്നു പൃഥ്വിരാജിന് പണത്തിന് വേണ്ടി ഇദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, ഈ 2 വർഷക്കാലം ഇദ്ദേഹത്തിന് എത്ര പടത്തിൽ അഭിനയിക്കുമായിരുന്നു? അദ്ദേഹം ഒരു നല്ല സ്ഥാടമുള്ള ആളല്ലേ, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആളല്ലേ പൃഥ്വിരാജിന് എത്രയോ സിനിമകളിൽ അഭിനയിക്കാമായിരുന്നു, എത്ര കോടി രൂപ ഉണ്ടാക്കാമായിരുന്നു ഇതിന് ചെലവഴിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ പൃഥ്വിരാജ് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് എന്ന് കരുതുന്ന ഒരു ചിന്തയോട് ഞാൻ എതിരാണ്. കാരണം ആ നറേഷൻ തെറ്റാണ്. അദ്ദേഹം നല്ലൊരു സിനിമ, നല്ലൊരു നല്ലൊരു മേക്കിങ്ങിന്റെ ആളാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷന്റെ ഭാഗമായി പണം ത്യജിച്ചുകൊണ്ടല്ലേ അദ്ദേഹം ഇതിനു വേണ്ടി എന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പൃഥ്വിരാജിന് രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. തീർച്ചയായിട്ടും അത് തന്നെ. പൃഥ്വിരാജിന്റെ കാര്യത്തിലേക്ക് ഞാൻ വന്നത്, പൃഥ്വിരാജിനെ ഒറ്റ തന്നെ ആക്രമിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പൃഥ്വിരാജിനെതിരെ? നാട് ജീവിതത്തിൽ പോയപ്പോൾ അവിടെ എന്നെ അന്വേഷിക്കണം, പൃഥ്വിരാജ് ഉണ്ടാക്കിയ സമ്പാദ്യത്തെ കുറിച്ച് അന്വേഷിക്കണം. ആ ലക്ഷദ്വീപിന് അദ്ദേഹം പിന്തുണയായിട്ട് വന്നു. അത്രയും ഒരു വർഗീയവാദിയായിട്ട് പൃഥ്വിരാജിനെ ചിത്രീകരിക്കുന്ന, ജിഹാദിയായിട്ട് പൃഥ്വിരാജിനെ കാണുന്ന ഈ സമൂഹം എത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന സമൂഹമായി മാറി. നമുക്ക് മലയാളി എന്ന് പറയാൻ അഭിമാനമുള്ള കാലഘട്ടത്തിൽ പോകുമ്പോൾ മലയാളി എന്ന് പറയാൻ ഭയപ്പെടുന്ന കാലത്തിലേക്കാണ് ഈ വിഷയം കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം കൊറോണ സമയത്ത് നമ്മുടെ ഈ ജോർദാനിൽ കുടുങ്ങിയതും അന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചതും കേന്ദ്രമന്ത്രി ഇടപെട്ടതും അവിടുന്ന് ഈ സംഭവം എല്ലാം നമ്മളെല്ലാം നേരിട്ട് കണ്ടവരാണ്. അത് പ്രത്യേകിച്ച് എല്ലാ മലയാളിയും വീടിനകത്ത് അന്ന് കണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു കഥയും തിരക്കഥയും ഉണ്ടാക്കി പൊടുപ്പും തൊങ്ങലും വെച്ച് ഇത് വേറെ ബന്ധങ്ങൾക്ക് വേണ്ടി പോയതാണ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു എന്തായാലും പറയാം. അങ്ങനെ പറയുന്നവർക്ക് എന്താണ് മാനസിക വൈകൃതത്തെ ഓർത്ത് നമുക്ക് സങ്കടപ്പെടാനല്ലാതെ ഇങ്ങനെ എത്ര കഥകൾ ഉണ്ടാകും. എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, പൃഥ്വിരാജ് എത്ര മണ്ടനാണോ? ഹൈദരലി പറയും പൃഥ്വിരാജ് എത്ര മണ്ടനാണോ? ഈ രാജ്യത്തിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അതിന്റെ ആവശ്യമുണ്ടോ? ജീവിക്കാൻ നല്ല മാർഗം, ഇറങ്ങിയാൽ ആരാധകര്, ഇഷ്ടംപോലെ പണം, ഏത് രീതിയിലുള്ള സംവിധാനങ്ങളുള്ള ഒരാള് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഈ പരിപാടികൾക്കൊക്കെ പോകും. അതുകൊണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനോട് വൈരാഗ്യം കൊണ്ട് പലരും പടച്ചു വിടുന്ന കഥയും തിരക്കഥയും സംഭാഷണം ഇതൊക്കെ ഇതിലൊന്നും നിൽക്കത്തില്ല. പൃഥ്വിരാജ് ഇനി മുന്നോട്ട് പോകും. എത്ര സംഭവിച്ചാലും ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറയാം. ഇപ്പൊ നമ്മൾ സാധാരണ വയലാറ് പാടിയിട്ടുണ്ട്, കരയുമ്പോൾ കൂടെ കരയാൻ ആരും ഉണ്ടാവില്ല, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ക്ഷീണം വരുമ്പോൾ ആരും ഉണ്ടാവത്തില്ല, സ്വാഭാവിക. ആ കൂടെ നിന്നവരൊക്കെ ഇപ്പൊ നാളെ എനിക്ക് വന്നാലും ഹൈദരാലിക്ക് വന്നാലും ഇതൊക്കെ സംഭവം. പക്ഷെ നമ്മളെ പോലെ ചില അപൂർവ ആൾക്കാർ വരും, ഒരു സ്വാർത്ഥതയില്ലാതെ നമ്മളൊക്കെ വരുന്നത്. നമ്മൾ എല്ലാവരെയും ഒരുമിപ്പിക്കണം. നല്ലതായിട്ട് വരട്ടെ. സിനിമ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് എമ്പുരാൻ എന്ന് പറയുന്നത് വലിയൊരു ആവേശമായിരുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക്, ലോക സിനിമയ്ക്ക് വഴികാട്ടിയായിരുന്നു. ഇങ്ങനെ വലിയ പടങ്ങൾ വരുന്നതോടെ മലയാള സിനിമയ്ക്ക് നല്ല മാർക്കറ്റിംഗ് സാധ്യത തുറന്നു കിട്ടുമെന്നുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വിശ്വസിക്കുന്നു. അതോടെ തിയേറ്ററുകൾ ഉണരും, മറ്റു സംവിധാനങ്ങൾ ഉണ്ടാവും, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു സാമ്പത്തികമായ നേട്ടം മലയാള സിനിമയ്ക്ക് കൈവരും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ മലയാള സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ പൃഥ്വിരാജിന് വേണ്ടി സംസാരിച്ചത്. അതല്ലാതെ പൃഥ്വിരാജിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, കഴിവുള്ളവരെല്ലാവരും ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. അല്ല പൃഥ്വിരാജിന് എന്തെങ്കിലും നാളെ രാവിലെ ലഭിച്ചേക്കാം എന്നുള്ള വ്യാമോഹം കൊണ്ട് വന്നതല്ല. ഇന്ന് വരെ അങ്ങനെ പോയിട്ടുമില്ല. എനിക്കറിയാലോ നമ്മൾ അങ്ങനെ ആരുടെ അടുത്തും നമ്മളെ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നവരാണ്. നമുക്ക് നാളെ എന്താണോ സംഭവിക്കുന്നത് അത് സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അഭിപ്രായം പറയുന്നിടത്ത് ഞാൻ മടി കാണിക്കത്തില്ല. അഭിപ്രായം ഞാൻ പറയും, ഇനിയും പറയും. തീർച്ചയായിട്ടും നിങ്ങളെ പോലെയുള്ള ആളുകളാണ് മലയാള സിനിമയ്ക്ക് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയണം. ഒരാൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുമ്പോഴാണ് ആള് വേണ്ടത്. നമ്മൾ ആവേശത്തിലും ആഘോഷത്തിലുമല്ല ആള്. കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരി എന്ത് എതിർപ്പുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയും. ആ എതിർപ്പുകൾ മറികടന്ന് പൃഥ്വിരാജ് മുന്നോട്ട് വരണം, മോഹൻലാൽ മുന്നോട്ട് വരണം, ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് വരണം. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സജിയന്താട്ട് ഈ സമയത്ത് പ്രതികരിച്ചുള്ള ഒത്തിരി സന്തോഷവും ഒത്തിരി നന്ദിയുമുണ്ട്. താങ്ക് യു വെരി മച്ച് സജിയന്താട്ട്. Thank you. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.